സിനിമയാണോ ഇതാണോ അങ്ങനെ ഒരു ചോയ്സിൽ ഒരു കൺഫ്യൂഷൻ ഒരിക്കലും എനിക്കൊരു ചോയ്സ് അങ്ങനെ എടുക്കേണ്ടി വന്നിട്ടില്ല. ആണോ? ഭയങ്കര അതൊന്നും നടപടിയാവണ കേസല്ല. ഞാൻ ആ കളിയൊക്കെ വിട്ടു. കാരണം ഞാൻ ഇപ്പോഴും സിനിമകൾ കുറച്ച് ചെയ്യുന്നത് ശരിക്കും എനിക്ക് മോഹൻ നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. സിനിമകൾ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടോ എനിക്ക് എൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം കൂടുതലുള്ളത് കൊണ്ടോ അല്ല. കാരണം ഇന്നിപ്പോൾ എനിക്ക് സിനിമ ചെയ്യുമായിരുന്നെങ്കിലും ഞാൻ ഈ ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഓക്കെയാണ്. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിര. എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രെസ് ഒന്നുമില്ല. അതായത് നമുക്ക് ഒരു ഏജ് വരെയൊക്കെ അല്ലേ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റൂ. സിനിമയില് തനിക്ക് ആരും നല്ല വേഷം തരാൻ പോകുന്നത് പലരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഇപ്പൊ നടക്കുന്ന കാര്യമല്ലോ. അതുകൊണ്ട് ഉള്ള സമയം എന്ത് വന്നാലും വാരിക്കൂട്ടി അങ്ങ് ചെയ്തേക്കാമെന്നുള്ള ചിന്തകളൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് സിനിമയിൽ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എന്റെ കോണ്ടന്റിൽ ഓവർ ദി ഇയേഴ്സ് വന്നിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോ. വിമർശനങ്ങളോട് ആഹാരം എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്താ? അതൊക്കെ നമ്മൾ ഓൾറെഡി പണ്ടേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനോടൊന്നും വലിയ ഒരു വികാരം തോന്നാറില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഈ ചെവി കൂടെ കേട്ടത് ഈ ചെവി കൂടെ പുറത്തോട്ട് പോകും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു വീട്ടിലൊരു കല്യാണം കഴിഞ്ഞു. അതെ. ഇനി അടുത്തത് ആര്? അടുത്ത സ്വാഭാവികമായിട്ട് ഞാനായിരിക്കണം. സ്നേഹം കൊണ്ട് പറയണാണ്, അങ്ങോട്ട് ചെന്ന് കയറില്ലേ, ഒറ്റയാനോട് ലിഫ്റ്റ് ചോദിച്ച സീനാണ് അവള്. ഞാൻ അങ്ങനെ ഇപ്പം കല്യാണം കഴിച്ചാലേ ഒരു ബന്ധം ഒരു വളരെ പവിത്രമായ ബന്ധമാകൂ എന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അഹാനേന്റെ ഈ വേവ് ലെങ്ത് തന്നെ ചിന്തിക്കുന്ന ആളാണ് നിമിഷം. നിമിഷന്റെ കൂട്ടുകാരനല്ലേ സിനിമ എന്റെ മ്യൂസിക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന എന്റെ അടുത്ത കൂട്ടുകാരൻ. അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. ഞാൻ ഇതുവരെ വീട്ടില് എനിക്ക് വേണ്ടി എന്താ പറയാ, ഞാൻ ഒന്നിനും വേണ്ടി പൈസ ചോദിച്ചിട്ടില്ല. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ?